ഇത് കേസ് നടപടികളല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ദുരൂഹമായ ഒരു മരണമുണ്ടാകുമ്പോൾ അതൊരു പബ്ലിക് പ്രൊസീജിയറാണ്. ഇൻക്വസ്റ്റ് പബ്ലിക് പ്രൊസീജിയറാണ്. പോസ്റ്റ്മോർട്ടം പബ്ലിക് പ്രൊസീജിയറാണ്. ഈ ഒരു ഹാങ്ങിങ് ഡെത്ത് ഉണ്ടെങ്കിൽ ആ ഹാങ് ചെയ്ത വ്യക്തിയെ അഴിച്ചു മാറ്റുമ്പോൾ എടുക്കേണ്ട നടപടിക്രമങ്ങളുണ്ട്, അത് പാലിക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇതൊരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റാണ്. അപ്പോൾ പോലീസ് ഒന്നും കൂടി സൂക്ഷ്മത, ഗൗരവം കൊടുക്കേണ്ട വിഷയമാണ്. ഇതൊന്നുമില്ലാതെ എന്താ പറയുക, ഒരു ആട് വിഷം കഴിച്ച് ചത്തതിൻ്റെ വില പോലും ഒരു ADM മരിച്ച ഒരു മരണത്തിന്, അതും ഇങ്ങനത്തെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ആ കുടുംബം ശക്തമായി ഇടപെട്ടിട്ട് പോലും ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതെന്താ കുട്ടിക്കളിയാണോ? ഇത് കുട്ടിക്കളിയാണോ? ഇതൊരു കുട്ടിക്കളി പോലെയല്ലേ ചിരിച്ചു തള്ളുന്നത്? എന്താ പാർട്ടി ആദ്യം പറഞ്ഞിരുന്നത്? ഈ കുടുംബത്തോടൊപ്പം ഞങ്ങൾ നിൽക്കും. ആ കുടുംബത്തിൻ്റെ ആവശ്യം എന്താ? ഈ CBI അന്വേഷണം. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കണ്ടേ? അതിന് അൻവറിനൊരു പണിയില്ലാത്തതുകൊണ്ട് അൻവർ ഇതിന് നടക്കാമെന്ന് പറഞ്ഞാൽ, അൻവറിന് പണിയില്ലെങ്കിൽ അൻവർ ഇനിയും പറഞ്ഞുകൊണ്ടേ ഇരിക്കും. പണിയുണ്ടെങ്കിലും പറയും. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് ബിനാമിയാണെന്ന് അങ്ങ് ആരോപിക്കുന്നു. അതിന് അങ്ങയുടെ കൈവശം ആവശ്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടോ? അതിന് തെളിവ് ഇപ്പോൾ ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വന്ന 16ഓളം പമ്പുകളുണ്ട്. ആ പമ്പുകളുടെ ആരുടെ പേരിലാണ് ലൈസൻസ് നോക്കണം. അവർക്ക് അതിനുള്ള പൈസ എവിടുന്ന് കിട്ടി, ആര് കൊടുത്തു, അതാണ് അന്വേഷണം. ഇപ്പം ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് എന്താ പണി? അവിടുത്തെ ഒരു സഹകരണ ഹോസ്പിറ്റലിൽ 15,000 രൂപ ശമ്പളം വാങ്ങുന്ന ഒരുത്തനാ. ഈ കോടികൾ മുടക്കാൻ ഈ പമ്പിൽ എവിടുന്ന് കിട്ടി കാശ്? എനിക്കത് പോയി അന്വേഷിക്കാൻ പറ്റുമോ? വേറെ ആർക്കെങ്കിലും പറ്റുമോ? അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത് ആരാ? അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ അതോറിറ്റിയാണ്. അതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം. അവർ പോയി അന്വേഷിക്കണ്ടേ? 30 സെൻറ്റ് സ്ഥലം മിനിമം വേണം പമ്പ് സ്ഥാപിക്കണമെങ്കിൽ. 17 സെൻറ്റിലും 18 സെൻറ്റിലും എങ്ങനെയാണ് പെർമിഷൻ കിട്ടിയിരിക്കുന്ന പല പമ്പുകൾക്കും? ആര് പറഞ്ഞിട്ടാണ് പെർമിഷൻ കൊടുത്തിരിക്കുന്നത്? ആരുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസാണ് അതിൻ്റെ പിന്നിലുള്ളത്? ഈ പറയുന്ന 10-18 പമ്പ് കഴിഞ്ഞ 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ ജില്ലകളിൽ വന്നതിൽ ഇവരുടെ ഫിനാൻഷ്യൽ സോഴ്സ് അന്വേഷിക്കണ്ടേ? ആ സോഴ്സ് അന്വേഷിക്കുമ്പോഴല്ലേ ഇവരുടെ അടുത്ത് കാശുണ്ടോ, ഇവൻ ആരാ കാശ് കൊടുത്തതെന്നറിയാം. ഇതൊക്കെ അങ്ങനെ അൻവറിനോട് ചോദിച്ചിട്ടെന്താ? അത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്ത് വരുമ്പോഴും എല്ലാ സംഭവത്തിൻ്റെയും ഒരറ്റത്ത്, എല്ലാ ആരോപണങ്ങളുടെയും ഒരറ്റത്ത് P. ശശി വരികയാണ്. അപ്പോൾ അങ്ങനെ MLA പറയുന്നത് എല്ലാ P. ശശിയിലേക്ക് പോകുന്നു എന്നൊരു ആക്ഷേപമില്ലേ? അല്ല, ഞാൻ എല്ലാം P. ശശിയിലേക്ക് രാജ്യത്ത് എന്തെല്ലാം ഇടപാടുകൾ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞെന്താ, സ്വർണം പൊട്ടിക്കൽ P. ശശി ഉണ്ട്, ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് സ്വർണം പൊട്ടിക്കലുമായിട്ട് എനിക്ക് നോട്ടീസ് അയക്കാത്തത്? എൻ്റെ പേരിൽ കേസ് കൊടുക്കാത്തത് എന്താണ്? ഈ പോലീസുകാർ എൻ്റെ പേരിൽ നോട്ടീസ് അയക്കാത്തത്? ഉത്തരവാദിത്തപ്പെട്ട DGP അടക്കമുള്ളവരുണ്ടല്ലോ, എന്താ നോട്ടീസ് അയക്കാത്തത്? അവർക്കും എനിക്കെതിരെ കേസ് കൊടുത്തൂടെ? ലീഗലായിട്ട് അവർക്ക് സ്റ്റെപ്സ് എടുത്തൂടെ? ഇതൊന്നും നടത്താതെ ഞാൻ ഈ P. ശശിയുടെ സകലമാന ഇടപാടും അല്ലെങ്കിൽ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ ഇടപാടും ശശിൻ്റെ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ആ P. ശശിയെ ഒരു മറയാക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. എയർപോർട്ട്, കോഴിക്കോട് എയർപോർട്ടിലെ കടകൾ, നിങ്ങൾക്ക് പത്രക്കാരനെ ചോദിക്കാമല്ലോ, 10:30 മണിക്ക് കടകൾ മുഴുവൻ അടക്കണം. ഹോട്ടൽ പോലും ഇന്ത്യയിലൊരു സ്ഥലത്തുമില്ല. അതന്വേഷിച്ചോ ഇവർ? ഒരു ദിവസം കൊണ്ട് അന്വേഷിച്ചാൽ കണ്ടെത്താലോ. എങ്ങനെ ഈ അന്നത്തെ SP അജിത് കുമാർ ഇങ്ങനെ ഒരു ഓർഡർ കൊടുത്തു? 2.5 വർഷക്കാലം. നിരവധിയായ, ഒരു ദിവസം കൊണ്ട് അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ടല്ലോ. പക്ഷേ അതിൻ്റെ മുകളിലൊന്നും ഒരു നടപടിയില്ല. അതാ വിഷയം. ഈ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പ് മാഫിയ, അത് ശശി നേതൃത്വം നൽകുന്ന ഒരു മാഫിയാണ് ഇതിന് പിന്നിൽ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതൊക്കെ ഈ ലൈസൻസുകൾ അപ്ലൈ ചെയ്തവർ, പമ്പ് തുടങ്ങിയവർ, ഇപ്പോൾ പമ്പിൻ്റെ നിർമ്മാണം നടക്കുന്നവർ, ഇതിൻ്റെ അപ്ലിക്കൻസ് ആരാണ്, അവരുടെ സോഴ്സ് എവിടെ നിന്നാണ്, അത് അന്വേഷിക്കണം. അതാണ് അന്വേഷിക്കേണ്ടത്. ഇവിടെ നേർക്ക് നേരെ 33 ലക്ഷത്തിന് ഫ്ലാറ്റ് വാങ്ങി 65 ലക്ഷത്തിന് വിറ്റ കടലാസ് കൊടുത്തിട്ട് അത് അന്വേഷിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ പോയി അന്വേഷിക്കാൻ ആരാ? അവിടെയാണ് ഇത് ചങ്ങലക്കാണ് ഭ്രാന്ത്. വൈദ്യരെയാണ് ചികിത്സിക്കേണ്ടത്, അവിടെ പ്രശ്നം. അതാണ് കുഴപ്പം.